ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത സ്ട്രാറ്റജിസ്റ്റും ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനുമായ അവിനീഷ് കോയിക്കരയാണ്. നമസ്കാരം. ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ കാലമാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് ഇലക്ഷൻ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് കേരളത്തിലെ ഇലക്ഷനെ ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ കാണുന്നതും വിലയിരുത്തുന്നതും? കേരളത്തിലെ ഇലക്ഷനെ 2019 ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 16 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യവും 4 മണ്ഡലങ്ങളിൽ നല്ല രീതിയിലുള്ള മത്സരം നടക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ആദ്യ ഒരു വാർത്ത എന്ന രീതിയിൽ പറയാൻ സാധിക്കുക. അതിലെ ആദ്യത്തെ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന 4 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തെക്ക് നിന്നെടുത്താൽ തിരുവനന്തപുരം, ആലപ്പുഴ, അതിനുശേഷം തൃശ്ശൂർ, വടകര 4 മണ്ഡലങ്ങളാണ്. ഈ 4 മണ്ഡലങ്ങളുടെ പ്രത്യേകത മറ്റു മണ്ഡലങ്ങളൊന്നും ചർച്ചയ്ക്ക് ആവശ്യമായിരുന്ന കാര്യമല്ല. ഈ 4 മണ്ഡലങ്ങളിൽ ശശി തരൂരിൻ്റെ മോണോപ്പൊളി പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ഒരു മന്ത്രിയാണ്, ഒപ്പം തന്നെ വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്. ആ പ്രഗത്ഭനായ ഒരു മനുഷ്യനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. BJP വളരെ മുൻതൂക്കം നൽകുന്നൊരു കാര്യമാണ്. അവിടെയും തരൂരിന് അനുകൂലമാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തരൂർ ഓൾറെഡി അവിടെ റൂട്ട് ലെവലിൽ അദ്ദേഹത്തിൻ്റെ വേര് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് തരൂരിന് ഗുണകരമാകുന്ന കാര്യം. രാജീവ് ചന്ദ്രശേഖരന് അത് എതിരാകുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ മണ്ഡലവുമായി ബന്ധം ഇല്ല എന്നാണ്. പക്ഷെ BJP വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണെങ്കിൽ രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. അതുകൊണ്ട് ആണ് അവർ ഒന്നാമത്തെ മണ്ഡലമായിട്ട് അത് കാണും. അവിടെ നല്ല മത്സരം നടക്കുന്നുണ്ട്. അവിടെ പന്ന്യൻ രവീന്ദ്രൻ വന്നിരിക്കുന്നത് CPI സ്ഥാനാർത്ഥിയാണ്. ആ CPI സ്ഥാനാർത്ഥിക്ക് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. പന്ന്യൻ രവീന്ദ്രൻ്റെ ചെറുതായി കാണാൻ പറ്റുന്നില്ല. പന്ന്യൻ രവീന്ദ്രൻ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് അറിയുന്ന ഒരു നേതാവാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയം ഈ രീതിയിലാണ് നടക്കുന്നത്. പന്ന്യൻ അവിടെ നേരത്തെ MP ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റൂട്ട് ലെവൽ നല്ല രീതിയിൽ നല്ല സ്വാധീനമുണ്ട്. ദീർഘകാലമായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമാണ്. വളരെ സ്വാത്വികനാണ്. അഗ്രസീവായ സ്വഭാവം ഇല്ല. അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇവിടെ ഭയങ്കര അഗ്രസീവായ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം താഴേക്ക് പോകുന്നത്. രണ്ടാമത് ഇങ്ങോട്ട് വരുമ്പോൾ ആലപ്പുഴ കഴിഞ്ഞ തവണ മത്സരിച്ചത് ഷാനിമോൾ ഉസ്മാനും ആരിഫും. അവിടെ KC വേണുഗോപാലിനെ കൊണ്ടുവരുന്നത് കോൺഗ്രസ് അവിടെ കാണുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് അവിടെ KC വേണുഗോപാലിനോത്തോളം സ്വാധീനം ഉണ്ടാക്കുന്ന മറ്റൊരാൾ അവിടെ ഇല്ലാന്ന്. പിന്നെ അവർ പരിഗണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. പക്ഷെ അവിടെ KC വേണുഗോപാൽ രാജ്യസഭ MP ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്ന സാഹചര്യമാണ്. ലോകസഭയിൽ എത്ര സീറ്റ് കിട്ടുന്നു എന്നതാണ് പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് അടിസ്ഥാനമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ ഇവിടെ വരേണ്ടത് ആ ഒരു സീറ്റെങ്കിലും കൂടുതൽ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ രാജ്യസഭയിൽ സീറ്റ് കുറയുന്ന സാഹചര്യം ഉണ്ടാകും. പുള്ളി ജയിക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസത്തിലാണ് CPM ആ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ നമുക്ക് പറയാനുള്ള മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എടുക്കുമെന്ന കഴിഞ്ഞ തവണത്തെ ആ ഒരു അമിതമായ ആത്മവിശ്വാസത്തെ മോഡി മുഖവിലക്കെടുത്തുകൊണ്ടാണ് മോഡി പോകുന്നത് അവിടെ പ്രചാരണം നടന്നത്. അവിടെ ഒരു ട്വിസ്റ്റ് വന്ന് പത്മജ വേണുഗോപാലിനെ അവർ BJPയിലേക്ക് എടുത്ത് അവിടെ മോണോപ്പൊളി ഉണ്ടാക്കാം, കരുണാകരൻ്റെ മകളെന്ന രീതിയിൽ മോണോപ്പൊളി ഉണ്ടാക്കാം എന്ന ഒരു ഗെയിം അവിടെ കളിച്ചപ്പോൾ വടകരയിലുണ്ടായിരുന്ന മുരളീധരനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കോൺഗ്രസ് ഒരു ചെക്ക്മേറ്റ് വെച്ചിരിക്കുകയാണ്. ഈ മുരളീധരൻ എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റുള്ള ഏത് രാഷ്ട്രീയ നേതാക്കളെ വെച്ചാലും ഇൻസ്റ്റന്റ് ആയിട്ട് ആവേശം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. ആ നേതൃത്വ വാസന മറ്റു നേതാക്കളിലും കാണാൻ പറ്റാതെ കോൺഗ്രസ് BJP CPM ഏതെടുത്താലും അത്തരം രീതിയിൽ ആവേശം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളില്ല. നേമത്തേക്ക് അദ്ദേഹത്തെ വിട്ടതും അവിടെ CPM ജയിച്ചുവെങ്കിലും ശിവൻകുട്ടി ജയിച്ചുവെങ്കിലും അവിടെ മറ്റൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ബൂത്ത് കമ്മിറ്റി പോലും പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതെ നേമത്താണ് പോയിട്ട് അവിടെ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. മാത്രമല്ല അവിടെ ശരിക്കും BJPയുടെ സിറ്റിംഗ് സീറ്റ് എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സീറ്റ് എന്ന സാധനം BJPയുടെ മണ്ഡലമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുള്ളി പോയിട്ട് അത് പിടിച്ച് ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാക്കി കൊടുക്കുന്നത്. ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആ സാഹചര്യത്തിലാണ് പുള്ളി അത് പൊളിച്ചിട്ട് വരേണ്ടത്. അത് അത്ര ഒരു ഇതായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് മറ്റൊരു മാനം വെച്ചു. പിന്നെ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സുനിൽകുമാറിനെ ഒരു രീതിയിൽ ഒഴിവാക്കാൻ പറ്റുന്ന മനുഷ്യനല്ല. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം ആ മണ്ഡലത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൃത്യമായി പൊതുമണ്ഡലത്തിൽ ഭയങ്കര സ്വീകാര്യനാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്
ഈ കരുവണ്ണൂർ തുടങ്ങിയ ബാങ്കുകളുടെ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് നിൽക്കുന്നു. അപ്പൊ ആ സമയത്ത് CPM ചിന്തിക്കുന്നു, CPI ദേശീയ പാർട്ടിയെ നിലനിൽക്കുകയും CPM ഇവിടെ പോലും ഇല്ലാത്ത സാഹചര്യം ഇവരെ ജയിപ്പിച്ചു കൊണ്ടുവന്ന തോന്നൽ ഇതിൻ്റെ ഇടയിലുണ്ട്. അത് പുറത്തു വരില്ല. പക്ഷെ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ തൃശ്ശൂര് എങ്ങനെ ചിന്തിക്കുമെന്നത് കൃത്യമായിട്ട് സുനിൽകുമാറും സുരേഷ് ഗോപിയും കെ മുരളീധരനും എന്ന് പറയുന്ന ട്രയാങ്കിൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അവിടെ ഒരു അത്തരത്തിൽ ട്രയാങ്കിൾ ഒരു കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന മണ്ഡലം BJP CPM LDF ഇന്ത്യ മുന്നണി മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കേരളത്തിൽ അത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ അവിടെ MLA ആയിരുന്ന MP ആയിരുന്ന പ്രതാപനെ മാറ്റി നിർത്താൻ പറ്റുന്ന പ്രതാപനായിരുന്നെങ്കിൽ ഇത്ര ഡ്രാസ്റ്റിക് ആയുള്ള ഒരു മെയ്വഴക്കം പറ്റില്ല. അത് പ്രതാപൻ തന്നെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. എന്നെക്കാളും ബെറ്റർ ആയിട്ട് മുരളീധരൻ അന്ന് പുള്ളി തന്നെ പറഞ്ഞ പുള്ളി അത് കൃത്യമായി മനസ്സിലാക്കുകയും പുള്ളി അതിനത് മാറുകയും ചെയ്തു. പുള്ളിനെ KPCCയുടെ ഭാരവാഹിയാക്കി മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്ത് അത് കൃത്യമായിട്ട് അതും കോൺഗ്രസിനും അറിയാം, പ്രതാപനും അറിയാം. പ്രതാപൻ തന്നെ നിർദ്ദേശം വെച്ചു എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവിടെ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു. ഇനി വടകരയ്ക്ക് പോയി നമുക്ക് ഈ തൃശ്ശൂരിലെ വേറൊരു എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ ഇത് തൃശ്ശൂർ എന്ന് പറയുന്ന കാലത്തും കെ കരുണാകരന്റെ ഒരു വലിയ തട്ടമായിരുന്നു. കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതും അദ്ദേഹം വലിയ നേതാവായി വളർന്ന് പന്തലിക്കുന്നൊക്കെ ഇവിടെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ കെ കരുണാകരന്റെ ഒരു സ്വാധീനം വെച്ചുകൊണ്ട് പത്മജിയുടെ വരവ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺഗ്രസ് എന്നുള്ള ഏതെങ്കിലും കുറച്ച് ഒരു ഗ്രൂപ്പെങ്കിലും ഈ മറുവശത്തേക്ക് ചാടുമോ? പത്മജയുടെ ഇമ്പാക്ട്, അനിൽ ആന്റണി, പത്മജ എന്ന് പറയുന്ന രണ്ട് പ്രമുഖരാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ വിട്ടിട്ട് BJP ചേക്കേറിയത്. പക്ഷെ യാതൊരു ഗുണവും BJPക്കും ഇല്ല, കോൺഗ്രസിന് നഷ്ടവും എന്നാണ് രണ്ടുപേരുടെയും ഇത്. കാരണം ഇവിടെ നിന്ന് പോയാൽ ഈ രണ്ടുപേരുടെയും പിന്നിൽ അണികളില്ല, ഇവരെ സംബന്ധിച്ചുള്ള അത്ര കഴിവുറ്റവരാണെന്നുള്ള ഒരു ആശയവും കോൺഗ്രസിലില്ല. AK ആന്റണിയുടെ മകൻ എന്ന രീതിയിൽ കുറെ ആളുകൾ അനിൽ ആന്റണിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് അവിടെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളർന്നു പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ എതിരാകുന്ന ഏതോ ഇത് വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറുന്ന സാഹചര്യം. ഒരു നേതാവിനെ, കോൺഗ്രസിൽ ഒരു നേതാവിനെയോ പോട്ടെ ഒരു അണിയെ പോലും കൂടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ല അനിൽ ആന്റണിക്ക്. രണ്ടാമത് വരുന്ന സംഭവം വെച്ചാൽ പത്മജ വേണുഗോപാലിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നാണ് കരുണാകരന് ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. കരുണാകരൻ, മുരളീധരൻ, പത്മജ വേണുഗോപാൽ മത്സരിച്ച് മത്സരം ഉണ്ടായിരുന്നു. ഈ പത്മജ വേണുഗോപാൽ വന്ന ഒറ്റ സാഹചര്യം കൊണ്ട് 3 പേരും തോറ്റു എന്ന് മാത്രമല്ല കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുകയും ലോനപ്പൻ നമ്പാടിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയണത്. ഈ എല്ലാ കാലത്തും കോൺഗ്രസിന് ഏറ്റവും വലിയ പിന്തുണ കൊടുത്തിരുന്ന ഒരു മണ്ഡലമായിരുന്നു മുകുന്ദപുരം. അതെ, മുകുന്ദപുരത്ത് ദയനീയമായ തോൽവിയാണ്. 1,00,000-ലധികം വോട്ടിനാണ് തോറ്റത്. അതെ, ഏറ്റവും ദയനീയമായ തോൽവിയാണ് ഉണ്ടായത്. അതെ, അതിന് കാരണം ഈ പത്മജ വേണുഗോപാലിന് കുറെ ഇടപെടലുകൾ അന്നുണ്ടായിരുന്നു. അത് നേതാക്കൾക്ക് മനസ്സിലായതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റി നിർത്തി. പക്ഷെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു നേതാവല്ല. അദ്ദേഹം പറഞ്ഞെല്ലാം കേട്ട് പിന്നെയും സീറ്റുകൾ വരികയാണ് ചെയ്തത്. തൃശ്ശൂര് കഴിഞ്ഞ തവണയും സംഭവിച്ചതും അവിടെ തോറ്റുപോയത് സാഹചര്യങ്ങൾ അങ്ങനത്തെ സാഹചര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും പത്മജ പോയതോ അതല്ലെങ്കിൽ അനിൽ ആന്റണി പോയതൊന്നും കോൺഗ്രസിൽ യാതൊരു മാറ്റം ഉണ്ടാക്കില്ല. പക്ഷെ ഇത്തരം ആളുകളെ കേരളത്തിൽ മാറ്റി അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ അവരുടെ കൂട്ടത്തിലേക്ക് ആൾക്കാർ വരുന്നു എന്ന ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ഉപകരിക്കുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയോണ്ട് യഥാർത്ഥത്തിൽ എന്താ കാര്യം? ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ അനിൽ ആന്റണിയുടെ കാര്യം തന്നെ പറഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അനിൽ ആന്റണിയുടെ ചില പത്രസമ്മേളനത്തിലെ ചില വാക്കുകളൊക്കെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. കിട്ടാവുന്ന വോട്ട് പോലും കളയുന്ന രീതിയിലാണ് അനിൽ ആന്റണി ഈ ഇഷ്യൂ ആയിട്ട് പ്രതികരിച്ചത്. 2 ദിവസവും അദ്ദേഹം മോശമായിട്ടാണ്. പ്രത്യേകിച്ചിട്ടും അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു നേതാവാണ്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും കോൺഗ്രസിൽ ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ് ആന്റണി. ഈ ആന്റണിക്കെതിരെ ഇദ്ദേഹം കൈക്കൊണ്ട എന്ന് പറഞ്ഞാൽ ഈ ബിഹേവിയർ ആയിട്ടുള്ള ഇത്ര വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് BJP അത് ബാധിക്കുമെന്ന് അനലൈസ് ചെയ്യുന്നുണ്ടോ? BJP ബാധിക്കുന്നത് നമുക്ക് സോഫ്റ്റ് വോട്ടുകളാണ്. അതായത് BJPയോ കോൺഗ്രസോ CPMോ എന്നൊക്കെ ചിന്തിക്കാതെ ആളുകളെ കണ്ടു വോട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ മോദി, AK ആന്റണി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ തരൂര്, അല്ലെങ്കിൽ പിണറായി എന്ന് പറയുന്ന അവരെ ആരാധിക്കുന്ന ആൾക്കാർ അവർക്ക് രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവർ വന്ന് വോട്ട് ചോദിച്ചാൽ കിട്ടുന്ന സാഹചര്യം പോലും ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് വോട്ട് 1% പോലും കിട്ടാത്ത ഒരു എതിർവികാരം ഉണ്ടാക്കിയെടുക്കാൻ അനിൽ ആന്റണിക്ക് ഇതുവഴി സാധിച്ചു. അത്ര വോട്ടുകൾ അവിടെ കുറയ്ക്കാനാണ് അനിൽ ആന്റണിക്ക് അവിടെ ഉപകരിച്ചിട്ടുള്ളൂ. അതായത് സൈലന്റ് ആകുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനിൽ ആന്റണിക്ക് ചില സോഫ്റ്റ് കോൺഗ്രസ് വോട്ടുകൾ ഈ മോഡിക്ക് എന്ന് പറയുന്ന വികസനം ഉണ്ടെന്നൊക്കെ പറയുന്ന ചില ഇമ്പാക്റ്റിൽ പെട്ടുപോയിരിക്കുന്ന റിയാലിറ്റി അറിയാത്ത ആളുകളെല്ലാം അതിൽ നിന്ന് പെട്ടുപോയനെ. അത് കിട്ടിയില്ല എന്നാണ്. ഈ തൃശ്ശൂരേക്ക് നമ്മൾ തിരിച്ചു വന്നാല് തൃശ്ശൂരില് BJPയിലേക്ക് വന്ന പത്മജ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വലിയ പ്രചരണമായിരുന്നു. പക്ഷേ
പിന്നീട് ഈ നേതൃത്വം തന്നെ BJP നേതൃത്വം തന്നെ ഇടപെട്ടിട്ട് പത്മജ തൃശ്ശൂരിൽ ഇറങ്ങേണ്ടതില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ അനിൽ ആന്റണീൻ്റെ ഇടയ്ക്ക് നിന്നുണ്ടായ തരത്തിലുള്ള എന്തെങ്കിലും ഒരു നാക്കുപിഴ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയും അത് ഒരു തിരിച്ചടിയായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് BJP നേതൃത്വം തൃശ്ശൂരിൽ നേരത്തെ തന്നെ പ്രിക്കോഷൻ സ്വീകരിച്ചു എന്നല്ലേ നമ്മൾ കാണേണ്ടത്? അത് BJPയുടെ പ്രിക്കോഷനേക്കാൾ ഒരു സുരേഷ് ഗോപി തന്നെയാണ് അത് വേണ്ടെന്ന് പറഞ്ഞായിട്ട് മനസ്സിലാക്കുന്നത്. ഈ മുമ്പ് മുകുന്ദപുരത്ത് മത്സരിച്ച സമയത്ത് അവര് പാടത്തേക്കട പോയ സമയത്ത് ഒരു വളരെ കോമഡി ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യം ഈ വെയിലത്തൊക്കെയാണ് പെണ്ണുങ്ങൾ പണിയെടുക്കണേന്ന് ചോദിച്ചു. അപ്പൊ റിയാലിറ്റി ടച്ച് ഇല്ലാത്ത ഒരാളുടെ ഒരവസ്ഥ അതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള അബദ്ധങ്ങൾ വരികയും ഒപ്പം തന്നെ ഈ മുരളി മന്ദിരം എന്നതിനെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ അജണ്ട കൊണ്ടുവന്നാൽ അത് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യം. പക്ഷെ തിരിച്ചത് വരികയും ചെയ്തു. അപ്പൊ എന്ത് പറ്റും വെച്ചാൽ ഈ കോൺഗ്രസിന്റെ കരുണാകര ഭക്തരായിട്ടുള്ള കുറെ ആൾക്കാർ ഭയങ്കര അഗ്രസീവാണ്. കരുണയോട് പോലുള്ള ആളുകളോട് ഉള്ള തീവ്രമായ വികാരമല്ല, അതിനേക്കാൾ അപ്പുറം വികാരമാണ് കരുണാകരനെ പോലുള്ള നേതാവിനോടുള്ളത്. അപ്പൊ കരുണാകരൻ എന്ന് പറയുന്ന നേതാവ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എല്ലാവരും. അവര് അതിനെതിരായി വന്നാൽ സ്വാഭാവികമായിട്ട് അവിടെ ഈ കോൺഗ്രസ് വികാരം ഇവർക്ക് എതിരാവുകയുള്ളൂ. അത്ര അഗ്രസീവായിട്ട് അവർ പ്രവർത്തി ഇറങ്ങും. ഈ കേരളത്തിലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ AI ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവം എത്ര പറഞ്ഞാലും ഉള്ള കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും I വരുന്നിടത്ത് Aയും A വരുന്നിടത്ത് Iയും ഒന്ന് സൈലന്റായി പോകുമ്പോൾ ഈ സാഹചര്യത്തിൽ ഇവരെല്ലാം പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ പത്മജ വേണുഗോപാൽ അവിടെ പോകുന്നതോടുകൂടി അല്ലെങ്കിൽ അവൻ ഇങ്ങനത്തെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇടുന്നതോടെ ഇത്തരം ആളുകളെല്ലാം കോൺഗ്രസിലെ സൈലന്റ് ആയിരിക്കുന്ന വീട്ടിലടങ്ങിയിരിക്കുന്ന ഈ നല്ല വെയിലത്ത് നിന്ന് ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അവർ പ്രവർത്തിക്കാൻ ആവേശത്തോടെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അത് അവർക്ക് ദോഷം ചെയ്യുന്ന പ്രത്യേകിച്ച് മനസ്സിലാകുന്നുണ്ട്. ഈ ഇപ്പം എല്ലാ കാലത്തും കർണാടകം തോറ്റിരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. കോൺഗ്രസിന് ഏറ്റവും വലിയ പേരുകളുള്ള സ്ഥലമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചില പരാജയങ്ങളും കൂടി നമ്മളിൽ കാണാതെ പോകില്ല. അതുകൊണ്ട് ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ മുരളീധരൻ തോൽക്കാനും കൂടിയുള്ളൊരു സാഹചര്യം കൂടി ഇല്ലേ അവിടെ സുരേഷ് ഗോപി ജയിക്കരുത് എന്ന് പറയുന്ന അജണ്ട ആയിരിക്കും അവസാന ഘട്ടത്തിൽ കോൺഗ്രസിലും CPM-ലും CPI-ലും എല്ലാം വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ തൊട്ടുമുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ പാർട്ടി എന്നൊരു സംഭവത്തിൽ CPI ഉണ്ട്, CPM ഉണ്ട്. അവിടെ CPIക്ക് സീറ്റ് കിട്ടുകയും CPM-ന് വേറെ സീറ്റുകൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇപ്പോൾ വടകരയാണ് കുറച്ച് അവർക്ക് സാധ്യത എന്ന് പറയാൻ വേണ്ടി സീറ്റുള്ളൂ. അതിൻ്റെ സാഹചര്യം അടുത്തിരിക്കും കിടക്കാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഉറപ്പായും ഇവിടെ CPI ജയിക്കുകയും വടകരയിൽ CPM കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും CPIക്ക് മോണപ്പൊളി കിട്ടുകയും CPI താഴെ പോകുന്ന ഒരു കാരണവശാലും CPM-ലെ നേതാക്കൾക്ക് പ്രത്യേകിച്ച് അത്ര അഗ്രസീവ് പൊളിറ്റിക്സിന്റെ വക്താക്കളായ CPM-ന് ദഹിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടിയില്ല, തൃശ്ശൂരിൽ ഇപ്പോൾ നേരത്തെ തന്നെ ഉണ്ടായ ആരോപണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം പല കേന്ദ്ര ഏജൻസികളും വട്ടമിട്ട് പറക്കുകയും എന്നാൽ അവസാനം അവിടെ കയറാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പിറകിൽ CPM BJP സെറ്റിൽമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു ആരോപണമുണ്ട്. ഈ ആരോപണം യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി ശരിയാണെങ്കിൽ ഈ കുറെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരില്ലേ? അവിടെ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട് എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആരോപണം നിലനിന്നാൽ പോലും ആ ആരോപണത്തെ സാധൂകരിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് അതുണ്ടാകുന്ന ഭീഷണി കൃത്യമായിട്ട് കോൺഗ്രസിനും CPM-നും അറിയാം. അത് CPI-യുടെ വോട്ടുകൾ മാറിപ്പോയി എന്ന ചിന്തയോടെ തന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനും പിണറായി മിടുക്കനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വോട്ടും കൊണ്ട് മാറിക്കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ വോട്ട് മാറുന്നത് എവിടെയൊക്കെയാണെന്ന് രാഷ്ട്രീയത്തിനപ്പുറം ആണ് ചിന്തിക്കപ്പെടേണ്ടത്. അവിടെ സൈലന്റ് ആയി കഴിഞ്ഞാൽ അതിനെ വോട്ട് മാറും. അങ്ങനെ മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജയിക്കാൻ ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് തന്നെ വെക്കേണ്ടി വരും. അത് മുരളിക്ക് ഗുണകരമായി അങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ നമുക്കിനി വടകരയിലേക്ക് പോകാം. ഈ വടകരനെ എങ്ങനെയാ നിരീക്ഷിക്കുന്നത്? കാരണം ഇന്ന് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തീപ്പാറുന്ന ഇലക്ഷൻ. കാരണം അവിടെ ത്രികോണ മത്സരം ഇല്ല. കൃത്യമായ LDF-ഉം UDF-ഉം തമ്മിൽ, കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ബലാബലം പരീക്ഷണം നടക്കുന്ന മണ്ഡലമാണ് ഒറ്റ മണ്ഡലേ ഉള്ളൂ എന്ന് പറയും. അത് വടകരയാണ്. വടകരയിലേക്ക് ഷാഫി പോകണ്ട എന്നൊരു മനസ്സായിരുന്നു ഷാഫിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അതെ. അതായത് ശൈലജ ടീച്ചറുടെ ടീം നടത്തുന്ന PR വർക്ക് കൃത്യമായിട്ട് ശൈലജ ടീച്ചറെ കേരളത്തിലെ ഏത് മണ്ഡലങ്ങളിലും ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ആധിപത്യം, ഒരു മുൻതൂക്കം കിട്ടുന്ന സാഹചര്യം അവർക്കുണ്ടായിരുന്നു. ഏത് മണ്ഡലത്തിൽ നിന്നാലും ആ ഒരു PR വർക്ക് നടത്താൻ ടീം കറക്റ്റാണ്. അത് കോവിഡ് കാലഘട്ടത്തിലും കൃത്യമായിട്ട് ചെയ്യുന്നു. പക്ഷേ ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പൊളിഞ്ഞു പോയെന്നുള്ളൂ. അമേരിക്കയിൽ നിന്ന് കോവിഡ് നമ്മുടെ മാസ്ക് ചോദിച്ചു എന്ന് പറയുന്ന സാധനങ്ങൾ വന്ന കോമഡികൾ വന്നതുണ്ട്. പക്ഷെ അതൊക്കെ വരണവരെ കൃത്യമായി ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ ദൈവതുല്യമായ ഒരു ആളായി
അവരെ കൊണ്ടുവരാൻ അവരെ PR വർക്കിന് വരും. അത്ര കൃത്യമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ PR വർക്ക് അവർക്ക് വേണ്ടി ചെയ്തിരുന്നു. അവിടെ വന്നപ്പോൾ സമയത്ത് അവരുടെ ഒരു PR വർക്ക് വഴി ഉണ്ടാക്കിയ ആധിപത്യം വളരെ വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ അതിനുശേഷം ഷാഫി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു സമ്മേളനം നടത്തുന്നതോടുകൂടി അവിടെ കൂടി ആൾക്കൂട്ടം അവിടെ നിന്ന് അത് പിടിച്ചു കയറിയാണ് ഷാഫി അതിനെ തിരിച്ചു പിടിച്ചത്. പിന്നെ മുരളീധരൻ്റെ ഒരു സ്വാധീനം അവിടെ തന്നെ അങ്ങനെ നിലനിർത്തി അതും ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം ശരിയായ നല്ല ടൈറ്റ് മത്സരമാണ് അവിടെ. അത് ഷാഫി കയറിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അവസാന ലാപ്പിലെത്തുമ്പോഴേക്കും ഷാഫി പറമ്പിൽ അവിടുത്തെ വിന്നറാവും. ഷാഫിയുടെ തന്ത്രജ്ഞത എന്ന് പറയുന്നത് അടുത്തറിയണം കൃത്യമായിട്ട്. അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞ ഒരു രീതികളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു ചെറുപ്പക്കാർക്ക് സാധാരണ ഇല്ലാത്ത അത്രയധികം ഒരു പക്വതയും, ചിലടത്ത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും, പ്രതികരിക്കേണ്ട എന്ന് പറയുന്നിടത്ത് പ്രതികരിക്കാതിരിക്കാനും, മർമ്മത്ത് നോക്കി അടിക്കാനുമുള്ള കൃത്യമായ പവർ ഷാഫിക്കുണ്ട്. അത് ആ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി നന്നായിട്ട് സ്കോർ ചെയ്തു പോയി. അവിടെ നിന്നിട്ടാണ് ഷാഫിയുടെ കയറ്റം നന്നായിട്ട് പെട്ടെന്ന് ആൾക്കാർ ആ ഗ്രാഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും, ആ വീഡിയോസ് ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, അതിൻ്റെ കമൻറ്റ് ചെയ്യാനും അത്രയൊക്കെ ഒരു ബൂം കിട്ടുന്നത് അവിടെ തൊട്ടാണ്. അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഷാഫി എത്തുന്ന വിശ്വാസത്തിലാണ്. നമുക്ക് ഈ വടകരന്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ കാലത്തും LDFന്റെ കൂടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ വളരെ കോട്ടയാണെന്ന് തന്നെ വിശേഷിപ്പാവുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നത്. പക്ഷെ കഴിഞ്ഞ 3 തവണ നടന്ന തെരഞ്ഞെടുപ്പിലും CPM വലിയ രീതിയിൽ പരാജയപ്പെട്ടു. അത് TP കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നെ പിന്നെ മുല്ലപ്പള്ളി ജയിച്ചു, പിന്നീട് അതിന് ശേഷം ജയിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യവും മുരളി ജയിക്കുന്നു. അങ്ങനെ 3 ടേമിൽ, അതായത് 15 വർഷമായിട്ട് CPMന് ബാലികേറ മലയായി മാറുകയൊക്കെയാണ് ഈ വടകര. ഇത്തവണ അതുകൊണ്ട് തന്നെ വടകര അവർ പിടിക്കണമെന്ന് തീരുമാനിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കണം അവരിത് പിടിക്കണമെന്ന്. അങ്ങനെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ടീച്ചർ അവിടെ വരുന്ന സമയത്തുണ്ടായ കാഴ്ച എന്ന് പറയുന്നത് കോടതിയിൽ വീണ്ടും TP കേസ് വരികയും ചില ഇളവുകളൊക്കെ കിട്ടിയിരുന്ന അതിലെ പ്രതികളൊക്കെ കൂടുതൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ട ആൾ പിന്നീട് 2 പേര് വീണ്ടും പട്ടികയിലേക്ക് വരുന്നു, അവർ വീണ്ടും ജയിലിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ജാമ്യം പോലും കിട്ടാത്ത രീതിയിലേക്ക് ടൈറ്റ് ആവുന്ന ഒരു സമയം അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുവാണ് TP. ഈ TP ചർച്ച ചെയ്യപ്പെടുന്ന അതിന് കുറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അവർക്ക് വലിയ തിരിച്ചടിയാവില്ല. ഭയങ്കര തിരിച്ചടിയായി. കാരണം CPMനേക്കാൾ ഉപരി ശൈലജ ടീച്ചർ എന്ന് പറയുന്ന PR വർക്ക് നേതാവിന് ഒരു ഭയങ്കര ബൂസ്റ്റ് കിട്ടിയ ഒരു നേതാവ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ മുൻതൂക്കം, അതെല്ലാം ഈ TP വിവാദം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. ബോംബ് നിർമ്മാണത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റുള്ള രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് അത് ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഷാഫി ചോദിക്കുന്നതിൽ ഇത് ആരെ മുന്നോട്ടെന്ന് ചോദിക്കുന്നു. ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ ചർച്ചകളിലൂടെ ആ സംഭവം അവർക്ക് കിട്ടിയ മുൻതൂക്കത്തെ താഴേക്ക് പോകുന്നതോടുകൂടി വീണ്ടും ഷാഫിക്ക് ഒരു പാർലമെന്റ് മെമ്പർ ആകാനുള്ള ആദ്യമായിട്ടാണ് മത്സരിക്കുന്ന MP സ്ഥാനത്തേക്ക് ആവാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്നാണ് നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ കേരളത്തിൽ മൊത്തത്തിലൊരു ഇലക്ഷൻ്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ CPM നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും പ്രായമുള്ളവരാണ്. യഥാർത്ഥത്തിൽ യുവാക്കളെ പരിഗണിക്കാതെ പോയി എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള പ്രായമുള്ള ആളുകളാണ്. ഇപ്പം എറണാകുളത്തെ സ്ഥാനാർത്ഥി മാറ്റി നിർത്തിക്കണം. അവരിപ്പം അങ്ങനെ ഒരു ഹൈ എൻഡ് പൊളിറ്റിക്കൽ നേതാവല്ല എന്നുള്ളത്. ബാക്കി എല്ലാം നോക്കുമ്പോൾ നമുക്ക് പ്രായമുള്ളവരാണ്. മുൻ മന്ത്രിമാരും നിലവിലുള്ള മന്ത്രിമാരും ഒക്കെയാണ് മത്സരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വലിയ പരാജയ ഭീതി കൊണ്ട് ഉണ്ടായതാണോ, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിയിൽ ഉണ്ടായ തെറ്റാണോ? അതിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി ലെവലിലാണ്, ഓർഗനൈസേഷൻ സ്ട്രാറ്റജിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പാർട്ടി തലത്തിലുള്ള ഒരു അഭിപ്രായ ഏകീകരണം നടത്തുന്നതിനപ്പുറത്തേക്ക് അവർ കൃത്യമായി ഓരോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് പറയുന്ന നിർദ്ദേശങ്ങൾ കേട്ടാണ് പോകുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു PR സംവിധാനം ചെയ്യുമ്പോൾ ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എത്ര റൂട്ട് ലെവൽ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെ റൂട്ട് ലെവൽ എൻട്രി ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ തെറ്റായിരിക്കാം. അങ്ങനത്തെ തെറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കാൻഡിഡേറ്റ്ഷിപ്പ് തന്നെ എററാവും. മുമ്പ് എറണാകുളത്ത് തൃക്കാക്കരയിൽ അല്ലെ, അവിടെയല്ലേ നമ്മൾ ഡോക്ടർ അവതരിപ്പിച്ചത്, ജോ ജോസഫ്. അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹം മണ്ഡലത്തിലുള്ള ആളുമാണ്. പക്ഷെ ആ രീതി കുഴപ്പമായിരുന്നു. ആ രീതി കുഴപ്പമായി. അങ്ങനെയുള്ള രീതി ചില സമയങ്ങളിൽ CPMന് പറ്റുന്നുണ്ട്. അത് ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള പാർട്ടി വരികയോ
ഏകാധിപത്യ ശൈലിയിലുള്ള ആളുകൾ അതിന്റെ കീ പോസ്റ്റുകൾ, CPM സംബന്ധിച്ചും സംസ്ഥാന സെക്രട്ടറി, കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രസിഡന്റ്, ഇങ്ങനത്തെ പോസ്റ്റുകൾ വരുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാത്ത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഈ PR വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രം പറയുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം തെറ്റുകൾ സംഭവിക്കാം. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവര് കോമ്പിനേഷൻസ് ഇടുക, ലേഡീസ്, അവരുടെ DFIയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ പോപ്പുലർ ആയ ആൾക്കാർ, കുറച്ച് സീനിയർ നേതാക്കന്മാർ, അങ്ങനെയാണ് അവരുടെ ഒരു സ്ട്രാറ്റജി വരാറ്. അത് ഇതവണ അല്ല. ഇപ്പൊ ഈ അവർ മലപ്പുറത്താണ് അവരുടെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് ആയിരിക്കുന്ന വസീഫിനെ മത്സരിപ്പിക്കുന്നത്. അത് പേര് മാത്രം ഇതാണ്. അല്ല, അത് അതിന്റെ ഒരു ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായ ഒരു ഇപ്പൊ എളമര കരീം എന്നൊക്കെ പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയാണ് NB ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥി. വീക്കാവുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും, അതായത് അദ്ദേഹത്തിന് ഹെൽത്ത് കണ്ടീഷൻ മോശമാണ്, അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. ഇപ്പം പന്നിൻ രവീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥി, ഇപ്പൊ CPIയുടെ സ്ഥാനാർത്ഥിയാണ് പന്നിൻ രവീന്ദ്രൻ. അപ്പൊ പന്നിൻ രവീന്ദ്രൻ പോലും ഫിറ്റായ സ്ഥാനാർത്ഥിയല്ല. കാരണം അദ്ദേഹം തന്നെ ഓടിയെത്താൻ പറ്റില്ല എന്നല്ല, അദ്ദേഹത്തിന് ഈ 15 വർഷം മുന്നേ ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥയല്ല. അപ്പം അദ്ദേഹത്തിന് ഉള്ള ജനസ്വീകാര്യത വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുമ്പോൾ തന്നെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. അപ്പം ശശി തരൂർ എന്ന് പറയുന്നത് ലോകം അറിയപ്പെടുന്ന ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. മറുപക്ഷത്ത് BJPയുടെ സ്ഥാനാർത്ഥിയും അതിശക്തനാണ്, അദ്ദേഹത്തിനും വേറെ തരത്തിൽ വലിയ സ്വീകാര്യതയുള്ളതാണ്. ഇത്തരത്തിൽ 2 സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് ഇവരോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥി അല്ലാതെ വളരെ നാമമാത്രമായ ഒരു സ്ഥാനാർത്ഥിയായി മാറിപ്പോകുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. ഇപ്പം തന്നെ തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഈ ഇദ്ദേഹത്തിന് കടന്നു ചെല്ലാൻ പോലും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ പ്രചരണത്തിലേക്ക് പോലും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ വലിയൊരു ആരോപണം വരുന്നുണ്ട്. ഇപ്പൊ CPMന്റെ അല്ല, ഇടതുപക്ഷത്തിന്റെ ഇടയിൽ തന്നെയുള്ള ചില ആളുകൾ അത്തരത്തിലുള്ള വരുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ഈ കാര്യത്തിൽ വേറെ ഒന്നും ആക്ച്വലി പറയാനില്ല എന്നാണ്. കാരണം അത് ഈ ഒരു സെൻട്രലിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ അവരെന്നാലും ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം AKANTണി കോൺഗ്രസിന് ഏറ്റവും അനിശ്ചിതനായ നേതാവ്, അദ്ദേഹം 5 സീറ്റിൽ മത്സരം ഉണ്ടെന്ന് പറഞ്ഞ്. സാധാരണ പുള്ളി പറയാറുള്ളത് ഫുള്ളായിട്ട് കോൺഗ്രസിന്റെ ഒരു മെജോറിറ്റിയെ കുറിച്ച് പുള്ളി സംസാരിക്കുക. 5 ഉണ്ടെന്ന് പോലും പുള്ളി, അങ്ങനെ 1 ഉണ്ടെന്ന് പോലും പുള്ളി പറയാൻ തയ്യാറാവാത്ത, അദ്ദേഹത്തിന്റെ അത്ര നല്ല ബ്രെയിൻ, അത്രയും കൃത്യമായി ക്യാച്ച് ചെയ്യുന്ന ഓരോ വാക്കുകളെയും കൃത്യമായിട്ട് അരിച്ചു കുറുക്കി പറയുന്ന ആളാണ്. അതേ 5 സ്ഥലം എന്ന് പറയുന്നത് കൃത്യ സമയം പറയുമ്പോൾ ബാക്കി എല്ലാത്തിനും ചർച്ച ചെയ്യേണ്ട എന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ബാക്കി പറഞ്ഞതിന് ചർച്ചയ്ക്ക് വരണ്ട, ആ പറഞ്ഞതിൽ തന്നെ ഈ പറയാനുള്ള ആൻസർ കൃത്യമായി പറഞ്ഞ AKANTണി പോലെ അത്ര ഇന്റലിജന്റ് ആയ നേതാവിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ 15 സംഭവം നിഷ്പ്രഭമാണ്, നിങ്ങളൊന്നും സംസാരിക്കാനില്ല, അത് തിരിച്ച് കൗണ്ടർ ചെയ്യാൻ അവർക്കും പറ്റിയില്ല. ഇപ്പൊ അദ്ദേഹം 5 എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ PJ കുര്യന്റെ സംസാരിച്ചപ്പോൾ അവര് കണ്ണൂരും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. കണ്ണൂരിലും അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് KPCC പ്രസിഡന്റ് ആയിരുന്ന K സുധാകരനാണ് അവിടെ വീണ്ടും സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ അവിടെ വീണ്ടും മത്സരിക്കുന്നത്. അവിടെ ഈ ഇദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് MV ജയരാജൻ എന്ന് പറയുന്നത് ദീർഘകാലമായിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയതാണ്. മാത്രമല്ല CPMൽ ഏറെക്കുറെ നല്ല സ്വാധീനമുള്ള ജനങ്ങളൊക്കെ ആയിട്ട്, പൊതുജനങ്ങളൊക്കെ ആയിട്ട് നല്ല സ്വാധീനവും അടുപ്പമൊക്കെയുള്ള നേതാവ് തന്നെയാണ് ജയരാജൻ. പക്ഷെ ജയരാജൻ ആ കണ്ണൂർ പാർലമെന്റിലേക്ക് ഫിറ്റായ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ അല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. അല്ല, പക്ഷേ അവിടെ മത്സരം നടക്കുന്നുണ്ട് എന്നൊരു പറയാൻ കാരണം ഈ പാർട്ടികളെല്ലാം, ഇപ്പൊ കോൺഗ്രസ് അടക്കം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് ഓർഗനൈസേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് പൊളിറ്റിക്സിൽ ഉപയോഗിക്കും, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഉപയോഗിക്കുന്നു. ഇവരുടെ ഒരു സേവനം തേടുമ്പോൾ കേരളത്തിൽ സുനിൽ കനകോലുവിൻ്റെയാണ് സേവനം തേടിയതായിട്ട് പറയപ്പെടുന്നത്. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടെന്ന് പുറത്തു വരുന്നു. പക്ഷെ അങ്ങനെ പരാമർശം ഇല്ല എന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. ആ പരാമർശത്തെ കണക്കെടുത്താണ് അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്, അവിടെ നല്ല കോമ്പറ്റീഷൻ നടക്കാൻ സാധ്യത അന്നേ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. അല്ല, അദ്ദേഹം തന്നെ ഈ കേരളത്തിൽ 4 സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സിറ്റിംഗ് MPമാർക്ക് 4 പേർക്ക് വിജയസാധ്യത ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ രമ്യ ഹരിദാസാണ് എന്ന് പറഞ്ഞാൽ, 2ാമത്തെ K സുധാകരനായിരുന്നു കണ്ണൂരിൽ, 3ാമത്തെ കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു, 4ാമത്തെ ആന്റോ ആന്റണി ആയിരുന്നു പത്തനംതിട്ടയിൽ. ഈ 4 സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിരുന്നായിരുന്നു. സുധാകരൻ ഞാൻ ഇനി മത്സരത്തിനില്ല എന്ന് പറഞ്ഞു, കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞു, ആന്റോ ആന്റണി എന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അതായത് കോട്ടയായിട്ട് വെച്ച് മാറണം എന്നാണ് പറഞ്ഞു. കേരള കോൺഗ്രസിന് കോട്ടയം പത്തനംതിട്ട കൊടുത്തിട്ട് കോട്ടയം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഇതൊന്നും നടന്നില്ല. രമ്യ ഹരിദാസ് മാത്രമാണ് അതിൽ ഒന്നും പ്രതികരിക്കാതിരുന്നതും വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നത്. ഈ സുനിൽ കനകോലാണോ തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനാണോ? ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് എടുക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് കളിക്കാൻ പോയി, ആദ്യത്തെ റൗണ്ട് ജയിച്ചു, 2ാമത്തെ റൗണ്ട് ജയിച്ചു പോകുമ്പോൾ 3ാമത്തെ റൗണ്ടിലേക്ക് ഫൈനലിലേക്ക് വരുമ്പോൾ അവിടെ കളിക്കാരെ മാറ്റത്തില്ല.
അത് മാറ്റുന്നത് അബദ്ധമാണ്. അങ്ങനെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് എം പിമാർ മത്സരിക്കുക എന്ന തീരുമാനം തന്നെയാണ് കറക്റ്റായിട്ടുള്ള രീതി. രണ്ടാമത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PC ചാക്കോയും കെ പി ധനപാലനും 2 മണ്ഡലങ്ങളിൽ വെച്ച് മാറിയിരുന്നു. കെ പി ധനപാലൻ കെ പി ധനപാലൻ പൂർണ്ണമായും നല്ല ഭൂരിപക്ഷത്തോടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കേണ്ട സമയത്താണ് ഈ പാർലമെന്റ് മണ്ഡലത്തെ വെച്ചു മാറിയത്. അത് PC ചാക്കോയ്ക്ക് ആരോ ഒരു ഭയം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഹൈക്കമാൻഡിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയാണ് ഇങ്ങനെ മാറിയത്. അതിനെക്കുറിച്ച് ധനപാലൻ്റെ സങ്കടം കൂടിയുണ്ട്. എന്നെ ഇത് ചെയ്തെങ്കിൽ ഞാൻ ഉറപ്പായും MP ആയിരുന്നേനെ. അപ്പം സ്വാഭാവികമായിട്ട് ആ വെച്ചുമാറൽ ഉണ്ടാക്കിയ ദോഷത്തെ കോൺഗ്രസ് ഇന്ന് ഓർക്കുണ്ടാകും. കാരണം AK ആന്റണി ഡയറക്റ്റ് വിളിപ്പിച്ചാണ് KP ധനപാലനോട് നിങ്ങൾ ഇത് ചെയ്യണം. കാരണം AK ആന്റണിയുടെ അത്ര കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ AK ആന്റണി പറഞ്ഞിട്ടാണ് പുള്ളി മാറുന്നത്. പക്ഷേ ആ ഒരു തോന്നൽ ഇന്ന് കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടായിരിക്കും കോൺഗ്രസ് മാറ്റാതിരിക്കുന്നതും KC വേണുഗോപാലിനെ ആലപ്പുഴയ്ക്ക് തിരിച്ചു വിളിച്ചതും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ തെറ്റുപറ്റിയെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇതൊക്കെ പറയുമ്പോഴും കേസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അപ്പോൾ സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടിയിട്ട് ശരിക്കും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യേണ്ട ഒരാളാണ് ആലപ്പുഴ വലിയൊരു ചെറിയ സ്ഥലത്ത് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അവിടെ ഏതെങ്കിലും ഒരു ശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് നിന്നാൽ തന്നെ ജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു മൈനർ ശതമാനം പോലും അവിടെ ഒരു തോൽവി എന്നൊരു സാധനം ഉണ്ടാകരുത് എന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ട് പോലും KC വേണുഗോപാലാണ് നിശ്ചയിച്ചത്. പിന്നെ KC വേണുഗോപാൽ ലോക്സഭയിൽ വരണം എന്ന് പറയുന്ന തീരുമാനം കൂടി ഹൈക്കമാൻഡ് ഭാഗത്തുനിന്ന്. അല്ല അതൊക്കെ, പക്ഷേ എങ്കിൽ പോലും ഞാൻ ചോദിച്ചത് ഈ സ്ട്രാറ്റജി കറക്റ്റ് ആണോ എന്നുള്ള എൻ്റെ ഒരു ചോദ്യം. സ്ട്രാറ്റജി കറക്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ആലപ്പുഴ മാത്രമാണ് സിറ്റിംഗ് MP എന്നൊരു സംഭവം ഇല്ലാത്തുള്ളൂ. അവിടെ ബാക്കിയെല്ലാ സ്ഥലത്തും സിറ്റിംഗ് MP മത്സരിക്കുക എന്ന തീരുമാനം കോൺഗ്രസിന് ഇപ്പോൾ എടുക്കാൻ ശരിയായ നിലപാടുള്ളൂ. ആലപ്പുഴയെ സംബന്ധിച്ചോളം ആലപ്പുഴയിൽ ഷനിമോൾ ഉസ്മാൻ മത്സരിച്ചു കൊടുത്ത് ഏറ്റവും ശക്തനായ ആളെ തന്നെ കൊണ്ടുവന്ന് അത് രാജ്യസഭയിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടാലും ലോക്സഭയിൽ MP-മാരുടെ എണ്ണം കൂട്ടുക എന്ന അജണ്ടയുടെ ഭാഗമാണ് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അത്തരം തീരുമാനം എടുത്തിരിക്കുന്നത്. രാജ്യസഭയിൽ കുറയാൻ പോകില്ല. കാരണം നമ്മൾ ഈ കർണാടകത്തിൽ നിന്നും അതുപോലെ തന്നെ തെലങ്കാന കൂടാമായിരിക്കും ആൾക്കാർ രാജ്യസഭയിലേക്ക് വരാറുണ്ട്. രാജസ്ഥാനിൽ പോന്നോട്ടെ, എങ്കിൽ പോലും അത്ര കുറയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് CPM അറ്റാക്ക് ചെയ്യുന്നത്.